AAC 6H, another one commitment, objective element. NABH നമുക്ക് വലിയൊരു ഉപകാരം ചെയ്തു തരുന്നത് പണ്ട് നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും കൃത്യമായൊരു മാനദണ്ഡം, സ്റ്റാൻഡേർഡ് പറഞ്ഞു തന്നുകൊണ്ട് ഇത് നമ്മളുടെ ക്വാളിറ്റിയെയും സേഫ്റ്റിയും ഉറപ്പുവരുത്താൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പലതിനെയും അതുപോലെ തന്നെ ചില സമയത്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, ചില സമയത്ത് ചെറിയൊരു വേരിയേഷൻ വരുത്തിയാൽ അത് നമുക്ക് നമ്മുടെ സ്ഥാപനം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്താൻ ഉപകരിക്കും. ഇപ്പോൾ അത്തരത്തിൽ വരയ്ക്കപ്പെട്ട ഒരു മാർഗരേഖയിൽ പെടുന്നതാണ് ഈ NABHൻ്റെ 6th എഡിഷനിലെ AAC 6-ലെ H എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. റിസൾട്ട്സ്, ലാബ് റിസൾട്ട്സ് ആർ റിപ്പോർട്ടഡ് ഇൻ എ സ്റ്റാൻഡേർഡൈസ്ഡ് മാനർ. നമ്മുടെ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനം ലാബ് റിപ്പോർട്ട് തന്നെയാണ്. കാരണം ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നമുക്കറിയാവുന്നതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് നല്ല ലെറ്റർ ഹെഡിലൊക്കെ നമ്മുടെ ആശുപത്രിയുടെ ടൈറ്റിലൊക്കെ വെച്ച് പേഷ്യൻ്റെ നെയിമും MR നമ്പരും ഒക്കെ വൃത്തിയായിട്ട് പ്രിൻ്റ് ചെയ്ത് ആരാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തതെന്ന് താഴെ പേരും അവരുടെ സിഗ്നേച്ചറും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ആശുപത്രിയിൽ നിന്ന് പലപ്പോഴും ഏറ്റവും മനോഹരമായി, അങ്ങനല്ലേ, ഏറ്റവും മനോഹരമായി പുറത്തേക്ക് പോകുന്നത് നമുക്കറിയാം ലാബ് റിപ്പോർട്ടുകളാണ്. അതൊരു സ്റ്റാൻഡേർഡിൻ്റെ പാർട്ടാണെന്നേ. നമുക്ക് പലപ്പോഴും കൃത്യമായ സ്ട്രക്ചർ ഉണ്ട്, അതങ്ങനെ തന്നെ കീപ്പിടും. എന്താണ് ഹോസ്പിറ്റലിൻ്റെ പേര്, പേഷ്യൻ്റെ പേര്, യുണീക്ക് ID, ടെസ്റ്റ് എന്താണ്, അതിൻ്റെ റെഫറൻസ് വാല്യൂ എന്താണ്, റിപ്പോർട്ടിംഗ് പേഴ്സൺ ആരാണ്, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ, എപ്പോഴാണ് ഈ റിസൾട്ട് പ്രിപ്പയർ ചെയ്തത്, ഇതെല്ലാം അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകളെ കീപ്പ് ചെയ്യുന്നതാണ്. അത്തരത്തിലൊരു സ്ട്രക്ചർ ഉണ്ടാവണം. ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ടുകളാണ് കൊടുക്കുന്നതെങ്കിൽ അവർ തന്ന റിസൾട്ടിനകത്ത് നമ്മൾ എഡിറ്റിംഗ് വരുത്താൻ പാടില്ല. കാരണം ചിലപ്പോഴെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഈ ഡെസിമൽസ് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ 3 ഡെസിമൽ പോയിൻ്റ് ഉപയോഗിക്കില്ല, ഞങ്ങൾ 1 ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടേതായ പാറ്റേൺസ് ഉണ്ടാകും. പക്ഷേ ഒരു ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി അവർ തന്നിട്ടുള്ള റിപ്പോർട്ട് അവരുടെ ലെറ്റർ ഹെഡിലായിരിക്കാം, അത് നമ്മൾ തിരുത്താൻ പാടില്ല. ഇനി നമ്മളുടെ തന്നെ സോഫ്റ്റ്വെയറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത ഡേറ്റ എടുത്ത് നമ്മളാണ് നമ്മുടെ ലെറ്റർ ഹെഡിൽ പേഷ്യൻറ്റിന് പ്രിൻ്റ് കൊടുക്കുന്നതെങ്കിലും അവർ തന്ന റെഫറൻസ് വാല്യൂ കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതേത് ഇൻവെസ്റ്റിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വന്നതെന്ന് അവിടെ മെൻഷൻ ചെയ്യണം. കൃത്യമായിട്ടും അവർ തന്നിട്ടുള്ള ഒരു യുണീക്ക് ID ആ റിസൾട്ടിനുണ്ടാവും, അതും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മളുടെ റിസൾട്ടിൻ്റെ സ്ട്രക്ചർ വളരെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് മാനറിലായിരിക്കണം. ഹോസ്പിറ്റലിൻ്റെ അല്ലെ ലാബിൻ്റെ ടൈറ്റിൽ, പേഷ്യൻ്റെ ഡീറ്റെയിൽസ്, ലാബ് നമ്പർ, സാമ്പിൾ നമ്പർ, അങ്ങനെ നമുക്ക് ഏതൊക്കെ യുണീക്ക് ID അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം പ്രസൻറ്റ് ചെയ്യുക. സിഗ്നേച്ചർ, ആരാണ് സൈൻ ചെയ്തത്, സിമ്പിളാണ്. നമ്മളുടെ ആൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ മെജോറിറ്റിയും ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്.